Welcome to BSc Main Physics, Semester 2, Heat and Thermodynamics. And today we see the last unit, Unit 3, Entropy. Entropy, the Unit 3 of your syllabus. Entropy, class number M30, Semester 2, BSc Main Physics. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത് എൻട്രോപ്പി എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇത് നിങ്ങളുടെ ഈ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പേപ്പറിലെ ലാസ്റ്റ് യൂണിറ്റാണ്, തേർഡ് യൂണിറ്റ്. അപ്പോൾ എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അതിനൊരു ബേസിക് ആയിട്ട് ഡെഫിനിഷൻ കൊടുക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എൻട്രോപ്പി, so look here, definition. Entropy is defined as that thermal property which remains constant in an adiabatic process. Entropy is that thermal property which remains constant in an adiabatic process. അപ്പോൾ നമ്മൾ 4 തെർമോഡൈനാമിക് പ്രോസസ്സാണ് പഠിക്കുന്നത്. ഒന്ന് ഐസോതെർമൽ, രണ്ടാമത്തത് അഡിയബാറ്റിക്, മൂന്നാമത്തത് ഐസോബാറിക്, നാലാമത്തെ ഐസോകോറിക്. ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, അഡിയബാറ്റിക് ആണെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റൻറ്റ്, ഐസോബാറിക് ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റൻറ്റ് ചേഞ്ചുകളാണ്. അതുപോലെ ഐസോകോറിക് ആണെങ്കിൽ അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 4 തെർമോഡൈനാമിക്കൽ കോർഡിനേറ്റാണ്, 4 തെർമോഡൈനാമിക്കൽ പ്രോസസ്സാണ്. ഓരോ പ്രോസസ്സും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷൻ നടത്തുക. അപ്പോൾ ഇവിടെ അഡിയബാറ്റിക് പ്രോസസ്സിനെ നമ്മൾ ഐസോ എൻട്രോപ്പിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഐസോ എൻട്രോപ്പിക് എന്ന് പറയും. അതിന് കാരണം ഈ പ്രോസസ്സിൽ എൻട്രോപ്പി സ്ഥിരമായിട്ട് നിൽക്കും. ബാക്കി 3 ക്വാണ്ടിറ്റി പിയും ടിയും എസും വേണേൽ പിയും വിയും ടിയും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദോ ദർ ഈസ് നത്തിങ് ഫിസിക്കൽ ടു റെപ്രസെൻറ്റ് ഇറ്റ്. അപ്പോൾ ഇതൊരു ഭൗതിക അളവാണ്, പക്ഷേ ഇതിനെ സൂചിപ്പിക്കാനായിട്ട് ഭൗതികമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ടെമ്പറേച്ചർ അളക്കാൻ നമുക്ക് തെർമോമീറ്റർ ഉണ്ട്, പ്രഷർ അളക്കാനും ബാരോമീറ്റർ ഉണ്ട്, ഓളി അളക്കാനായിട്ട് മെഷറിംഗ് ജാറുണ്ട്. പക്ഷേ എൻട്രോപ്പി നേരിട്ടളക്കാൻ ഒരു ഉപകരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എൻട്രോപ്പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അളക്കാനായിട്ട് കൃത്യമായിട്ട് ഒരു ഉപകരണമില്ല. അത് നമ്മൾ അളക്കുന്നത് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതായത് അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഇക്വേഷനിലെ ക്വാണ്ടിറ്റി അളന്നിട്ടാണ്, ഫോർമുലയിലെ ക്വാണ്ടിറ്റി അളന്നിട്ടാണ് എൻട്രോപ്പി നിർണ്ണയിക്കുന്നത്. നേരിട്ട് എൻട്രോപ്പി അളക്കാൻ ഡിവൈസ് ഇല്ല. ഇറ്റ് കനോട്ട് ബി ഫെൽറ്റ് ലൈക്ക് ടെമ്പറേച്ചർ ഒരു പ്രഷർ. അത് പ്രഷർ പോലെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ പോലെ നേരിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. ഇറ്റ് ഈസ് എ ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റി. അതൊരു ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഗോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് നമ്മൾ ഉണ്ടെന്ന് പറയുന്നല്ലാതെ ആരും കാണുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് എൻട്രോപ്പി നേരിട്ട് അളക്കാൻ പറ്റാത്ത, നേരിട്ട് അളക്കാൻ ഉപകരണമില്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിനെ നമ്മൾ ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റി എന്ന് പറയും. ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റി. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ഇതാണ്. If a system absorbs heat, there is gain of entropy, and if a system loses heat, there is loss of entropy. അതായത് ഒരു സിസ്റ്റം ഹീറ്റ് ആഗിരണം ചെയ്താൽ, ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അവിടെ ഗെയിൻ ഓഫ് എൻട്രോപ്പി ആണ്. ഹീറ്റ് പുറത്തേക്ക് വിട്ടാൽ അവിടെ ലോസ് ഓഫ് എൻട്രോപ്പി ആണ്. ലോസ് ഓഫ് എൻട്രോപ്പി ഉണ്ടാകും ഹീറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ. The change in entropy is given by dS is equal to dQ by T, where dQ is a quantity of heat rejected or absorbed at a constant temperature T. അപ്പോൾ എൻട്രോപ്പിയുടെ ചേഞ്ച്, എൻട്രോപ്പിയുടെ വ്യത്യാസം അളക്കുന്ന ഡെഫിനിഷനാണ് dS is dQ by T. dS എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആയിട്ട് കാണിക്കുന്നത്. എസ് ആണ് എൻട്രോപ്പിയുടെ സിമ്പിൾ. അപ്പോൾ dS ആകുമ്പോൾ ചേഞ്ച് ഓഫ് എൻട്രോപ്പി എന്ന് പറയും. അത് ചേഞ്ച് ഓഫ് ഹീറ്റ്, എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യും, എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, അതിനെ ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് ഹരിക്കുക. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എൻട്രോപ്പി ഇവാലുവേറ്റ് ചെയ്താൽ അപ്പോൾ dS is dQ by T എന്ന് പറയും. അതാണ് ഡെഫിനിഷൻ. വേറെ dQ is the quantity of heat rejected or absorbed at a constant temperature T. അപ്പോൾ ടോട്ടൽ ചേഞ്ച് എൻട്രോപ്പി ഇതായിരിക്കും. ടോട്ടൽ ചേഞ്ച് എൻട്രോപ്പി, ഇപ്പോൾ നമ്മൾ സ്മോൾ ചേഞ്ച് എൻട്രോപ്പിയാണ് പറയുന്നത്. ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ dS, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ dQ by T. അതാണ് ടോട്ടൽ എൻട്രോപ്പി. യൂണിറ്റ് ഓഫ് എൻട്രോപ്പി ഈസ് J raised to -1. യൂണിറ്റ് ഓഫ് എൻട്രോപ്പി ഈസ് joule per K, J raised to -1. You remember there is a important constant in our physics, that is the Boltzmann's constant. Boltzmann's constant, you know, it is
1.382 into 10 raised to minus 23. The unit is joule Kelvin raised to minus 1. അപ്പോൾ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റിൻ്റെ അതേ യൂണിറ്റ് ആണ് ഇവിടെ എൻട്രോപ്പിക്ക് നമ്മൾ പറയുന്നത്. ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ ജെ കെ റേസ് ടു മൈനസ് 1. ഇനി നമുക്ക് രണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് ഈ ഡെഫിനിഷനുമായിട്ട് ഒരു ലോങ് ആൻസർ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ഒന്നാമത്, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സൽ പ്രോസസ്സ്. ഒരു റിവേഴ്സൽ പ്രോസസ്സിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണ്? അപ്പോൾ റിവേഴ്സൽ പ്രോസസ്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിളിൽ ഫ്രിക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൽ പ്രോസസ്സുകളെ നമ്മൾ റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സൽ പ്രോസസ്സ്, reversible cycle, or we can say Carnot cycle. Carnot cycle is an example of a reversible cycle. അത് സങ്കല്പ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ വരച്ചിരിക്കുന്ന പടം. അത് നമുക്കറിയാം. അത് കാർനോട്ട് സൈക്കിളിൽ നമ്മൾ എ ബി സിയുടെ നിന്ന് മാർക്ക് ചെയ്യും. രണ്ട് ഐസോതെർമൽ അറ്റ് T1 ആൻഡ് T2, രണ്ട് അഡിയബാറ്റിക് ബി സിയും ഡി എയും. എക്സ് ആക്സിസിൽ വോളിയം, വൈ ആക്സിസിൽ പ്രഷർ. ഒരു പി വി ഡയഗ്രമാണ് ഈ കാർനോട്ട് സൈക്കിൾ. അതൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രം കൂടിയാണെന്ന് നമുക്കറിയാം. ആ ക്ലോസ്ഡ് കർവിനകത്തുള്ള ഏരിയയാണ് വർക്ക് കാണിക്കുന്നത്. വർക്ക് W Q1 - Q2 അത്രയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ആ പടം വരയ്ക്കുമ്പോൾ ആ എക്സ് ആക്സിൻ്റെ മുകളിലൊരു വര പോലെ കിടപ്പുണ്ട്. അത് വേണ്ട, അതിന് അല്പം ചരിഞ്ഞ് കിടപ്പുണ്ട്. ആ വര വേണ്ട, എക്സ് ആക്സിസ് മാത്രം മതി. വൈ ആക്സിസ് പിന്നെ ഗ്രാഫിൽ 4 കർവുണ്ട്. എ ബി, ബി സി, സി ഡി, ഡി എ. എ ബിയും സി ഡിയും ഐസോതെർമലാണ്. അവയുടെ ടെമ്പറേച്ചറുകൾ T1 ഉം T2 ആണ്. ബി സി ഡി എയും അഡിയബാറ്റിക്കുകളാണ്. അവിടെ ടെമ്പറേച്ചർ മാറും. പക്ഷേ അവയിൽ രണ്ടിലും എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അഡിയബാറ്റിക് പ്രോസസ് ഈസ് വൺ ഇൻ വിച്ച് എൻട്രോപ്പി റിമൈൻസ് കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റിവേഴ്സിബിൾ സൈക്കിളിലെ ചേഞ്ച് എൻട്രോപ്പി നമ്മൾ പറയാൻ പോകുന്നത്, റിവേഴ്സിബിൾ സൈക്കിളിൽ ചേഞ്ച് എൻട്രോപ്പി ഇല്ലെന്നാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ എൻട്രോപ്പി റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറയാൻ പോകുന്നത്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ റിവേഴ്സിബിൾ സൈക്കിൾ ഈസ് ദ കാർനോട്ട് സൈക്കിൾ. ഒരു റിവേഴ്സിബിൾ സൈക്കിളിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ കാർനോട്ട് സൈക്കിൾ ആണ്. കൺസിഡർ എ കാർനോട്ട് സൈക്കിൾ വർക്കിംഗ് ബിറ്റ്വീൻ എ സോഴ്സ് T1K ആൻഡ് സിങ്ക് T2K. നിങ്ങൾക്കറിയാം, ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യാനായിട്ട് ഒരു സോഴ്സും വേണം, ടെമ്പറേച്ചറും വേണം. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1 കൂടിയതായിരിക്കണം, സിങ്കിൻ്റെ കുറവായിരിക്കണം. Consider a Carnot cycle working between a source at T1K and sink at T2K. In the Carnot cycle, there are two adiabatics and two isothermals. During the adiabatic process, there is no net change of entropy, but during isothermal expansion, the working substance absorbs the heat to Q1 and at T1K from the source. During the isothermal compression, it rejects heat to Q2 to the sink at T2K. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ഒന്ന് എഴുതിയിരിക്കുകയാണ്. അതായത് അഡിയബാറ്റിക്കുകളിൽ എൻട്രോപ്പി ചേഞ്ച് ഇല്ല. ഐസോതെർമൽ ഒന്നാമത്തതിൽ Q1 ഹീറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1K ആണ്. പിന്നെ ഐസോതെർമൽ രണ്ടാമത്തതിൽ Q2 ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കും. സിങ്കിൻ്റെ ടെമ്പറേച്ചർ T2 ആണ്.
So the gain of entropy of the system S1 is Q1 by T1. നമ്മുടെ ഡെഫിനിഷൻ നമ്മൾ ഡി ക്യു ഇസ് ഡി എസ് ബൈ ടി അപ്ലൈ ചെയ്യണം. ദ ഗെയിൻ ഓഫ് എൻട്രോപ്പി, ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോൾ ഗെയിൻ ഓഫ് എൻട്രോപ്പി ആണ്. ഗെയിൻ ഓഫ് എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം S1 ഈസ് Q1 by T1. The loss of entropy of the system S2 is Q2 by T2. The net gain of entropy is equal to ds is S1 minus S2, that is Q1 by T1 minus Q2 by T2. And you see the margin, right margin for Carnot cycle, Q2 by Q1 is T2 by T1, that is Q2 by T2 is Q1 by T1. So the two quantities in the above equation, that is ds is S1 minus S2, that is Q1 minus Q2, Q1 by T1 minus Q2 by T2. They will cancel as per the law of Carnot cycle. Q2 by T2 is Q1 by T1. So they will cancel if we get a 0. That is change in entropy in a reversible cycle is 0. Change in entropy in a Carnot cycle is 0. Change in entropy in a Carnot cycle is 0. Therefore, total entropy S is equal to integral ds is integral 0 is constant. That is total entropy in a reversible cycle remains constant. Change is 0. Now we see another case. Another question, change in entropy in an irreversible process. So far, we have seen change in entropy in a reversible process. Now we say the change in entropy in an irreversible process. Change in entropy in an irreversible process. അപ്പോൾ ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ, റേഡിയേഷൻ പോലെയുള്ള പ്രോസസ്സുകളാണ്. അത്തരം ഒരു പ്രോസസ്സ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുകയാണ്. ഒരു ഹോട്ട് ബോഡി, കോൾഡ് ബോഡി, രണ്ട് വസ്തുക്കൾ കാണിച്ചിട്ടുണ്ട്. The hot body is at a temperature T1. The cold body is at a temperature T2, and from the hot body heat is conducted towards the cold body. That is, cold body receives heat. Cold body has gain of entropy and hot body has loss of entropy. I said it. When a body rejects heat, there is loss of entropy, and when a body gains heat, there is gain of entropy. അപ്പോൾ ഈ പടത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു കോൾഡ് ബോഡി, ഹോട്ട് ബോഡി എന്നിങ്ങനെയാണ്. അവയെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് കണ്ടക്ഷൻ നടക്കുന്ന രീതിയിൽ. കണ്ടക്ഷൻ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ T1 ടെമ്പറേച്ചറിലുള്ള ഹോട്ട് ബോഡി ഹീറ്റ് അങ്ങോട്ട് കടത്തിവിടും. അത് കോൾഡ് ബോഡി റിസീവ് ചെയ്യും. കോൾഡ് ബോഡി ഹീറ്റ് റിസീവ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഗെയിൻ ഓഫ് എൻട്രോപ്പിയാണ്. ഹോട്ട് ബോഡി ഹീറ്റ് നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട്, ലൂസ് ചെയ്യുന്നത് കൊണ്ട് അതിന് ലോസ് ഓഫ് എൻട്രോപ്പിയാണ്. അപ്പോൾ ഇവിടെ കൺസിഡർ റേഡിയേഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ സെറ്റ് ആ റിവേഴ്സിബിൾ പ്രോസസ്. കണ്ടക്ഷനായിട്ട് വിചാരിക്കുക, ആ റോഡിലൂടെ ഹീറ്റ് പോകുന്നത് വിചാരിക്കുക. കൺസിഡർ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ടു ബോഡീസ്, one at a higher temperature T1K and other at a lower temperature T2K. Suppose heat is transferred from hot body to cold body by conduction or radiation. Let it Q. You remember here we write heat as Q, not Q1 or Q2. Let Q be the quantity of heat transferred. Loss of entropy of hot body S1 Q by T1. You remember, not Q1, Q by T1. The definition is ds is dq by T. Similarly, gain of entropy of cold body S2 is Q by T2. Therefore, the net gain of entropy of the system ds is S2 minus S1. That is Q by T2 minus Q by T1. Q is taken as common factor. We get Q into 1 by T2 minus 1 by T1. And if we know T2 less than T1, temperature of cold body is less than temperature of hot body. And if we take the reciprocal, we can see that 1 by T2 minus 1 by T1 is positive quantity. കാരണം T2 ചെറിയ സംഖ്യയാണല്ലോ. അപ്പോൾ റെസിപ്രോക്കൽ ആകുമ്പോൾ വലിയ സംഖ്യയായിട്ട് മാറും. സോ 1 by T2 is larger than 1 by T1. You think about it. That is 1 by T2 minus 1 by T1 is a positive quantity. So in the above equation, the top equation, ds is equal to Q into 1 by T2 minus 1 by T1. It is a positive quantity. ds is positive quantity. That is a net gain of entropy. There is a net gain of entropy in an irreversible process.
there is a net gain of entropy in an irreversible process. അപ്പോൾ ഇതിൽ രണ്ടും കൂടി ചേർത്ത് ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒരു 3 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ പറഞ്ഞതിലുള്ളത്. ആ 3 ക്വസ്റ്റ്യൻ കൂടി കമ്പൈൻ ചെയ്ത് ഒരു ലോങ് ആൻസർ 15 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഡിഫൈൻ എൻട്രോപ്പി, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം, അല്ലെങ്കിൽ ഇത് മൊത്തം പറയണം. ക്ലാസ് ഷോ ദാറ്റ് 1 ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ ഈസ് 0. നമ്പർ 2 ഷോ ദാറ്റ് ദർ ഇസ് എ നെറ്റ് ഗെയിൻ ഓഫ് എൻട്രോപ്പി ഇൻ ആൻ ഇറിവേഴ്സിബിൾ സൈക്കിൾ. അപ്പോൾ ഇത് 3 സെപ്പറേറ്റ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ എൻട്രോപ്പി ഗിവ്സ് യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ ഇസ് 0. Number 3, show that there is a net gain of entropy in an irreversible cycle like a conduction. That is all with your 30th lecture on heat and thermodynamics. We continue our class. Thank you.